തിരുവാതിര മഹോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവാതിര മഹോത്സവം ബുധനാഴ്ച കൊടികയറും. 8 ദിവസത്തെ ഉത്സവം ഡിസംബർ 27 ആറാട്ടോടെ സമാപിക്കും. മുസ്രിസ് പദ്ധതിയിൽപ്പെടുത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നടക്കുന്ന ആദ്യ ഉത്സവം എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട് എന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതുകൂടാതെ അവിടെയുള്ള ഒരു പ്രത്യേകത എന്താ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ 5 ഏക്കറിൽ വീതിയ സ്ഥലമുണ്ട്. ആ കോമ്പൗണ്ട് നിറച്ച്, സാധാരണ നമ്മൾ പറയുക ലക്ഷദ്വീപ് എന്ന് പറയും. ലക്ഷദ്വീപ് എന്നല്ല, നമ്മൾ ഒരു 3 ലക്ഷത്തിന് വലിയ വിളക്ക് കിട്ടും. ആ കോമ്പൗണ്ട് നിറച്ച് വിളക്ക് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് സെലിബ്രിറ്റികളെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടാൻ ദേവസ്വത്തിൻ്റെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും ഉണ്ടാവും. MLA ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, MLA-യോടുള്ളൊരു താങ്ക്സ് പറയാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വഴിയാണ് ഈ മുസ്ലിംസ് ഇത് അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ് മുസ്ലിംസ് ഇത് നമുക്ക് എത്താൻ പറ്റിയത്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നണേ എന്താ വെച്ചാൽ ഒരു 4-5 തലമുറ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇത്രയും വലിയ പരിപാടി നമുക്ക് നടത്താൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. പിന്നെയുള്ളത് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം തിരുവാതിര മഹോത്സവം എന്നാണ് പേര്. തിരുവാതിര കളിയാണ് അവിടുത്തെ എല്ലാം മെയിനായിട്ട്. എല്ലാ ദിവസവും പാർവതിയുടെ നടക്കി വന്ന് പല ദിക്കിൽ നിന്നും തിരുവാതിര കളിക്ക് വരികയാണ്. ഇത്തവണ 45 ടീമാണ് വന്നിരുന്നത്. ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായി കാര്യം ഇത് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തു. അപ്പം 45 ടീമിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ 7-8 ദിവസം കൊണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് വരുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, തൃപ്പൂണിത്തുറ, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുണ്ട്. അടുത്ത സ്ഥലങ്ങളിൽ എല്ലാം ഉണ്ട്. ഇതിൽ ബുധനാഴ്ച രാത്രി 7:30 ഇരു ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ്. എല്ലാ ദിവസവും സന്ധ്യയ്ക്കുള്ള തിരുവാതിര കളിക്ക് 45ഓളം ടീമുകൾ ഇത്തവണ എത്തുന്നുണ്ട്. ദിവസവും കലാപരിപാടികളും അരങ്ങേറും. 2-ാം ദിവസം മുതൽ രാവിലെ 7 തീർത്ഥക്കുളത്തിലേക്കുള്ള ശ്രീപാർവതി ദേവിയുടെ നീരാട്ട് യാത്ര സവിശേഷതയാണ്. 3-ാം ദിവസം തെക്കേടത്തും 6-ാം ദിവസം വടക്കേടത്തും ഉത്സവബലി. ഉത്സവത്തിൻ്റെ പ്രധാന ദിവസമായ കാർത്തിക ഡിസംബർ 24 10 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിന്റെ ഭാഗമായുള്ള മേളത്തിന് ചേരാനെല്ലൂർ ശങ്കരൻ കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. സന്ധ്യയ്ക്ക് കാർത്തിക ദീപക്കാഴ്ച. രാത്രി 9:30 പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര വിജയൻ, ചോറ്റാനിക്കര നന്ദപ്പൻ, വൈക്കം ചന്ദ്രൻ, കുനിശ്ശേരി ചന്ദ്രൻ തുടങ്ങിയവർ അണിനിരക്കും. ആറാട്ട് ദിനമായ ഡിസംബർ 27 കൊടിയിറക്കത്തിന് ശേഷം ഓട്ടൻതുള്ളലും തിരുവാതിര സദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. PP മുരളീധരൻ, PK പത്മകുമാർ, PP മോഹൻദാസ്, വേണുഗോപാൽ S നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീധരൻ കടലായിൽ, സിറ്റി വോയ്സ്, മാള.